ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 65ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, മലയാളം സോങ് ആണ്. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. നമ്മൾ അതിൻ്റെ പല്ലവിയാണ്, പാർട്ട് 1 പല്ലവിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മലർക്കൊടി പോലെ എന്ന് പറയുന്ന ആ അത്യുഗ്രം പാട്ട്, മനോഹരമായിട്ടുള്ളൊരു പാട്ട്, അപ്പം ആ പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് കേൾപ്പിച്ച് നൊട്ടേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. അപ്പം ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ നൊട്ടേഷൻ നോക്കാം. ആദ്യത്തെ നോട്ടെന്ന് പറയുന്നത് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി സി, ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി സി, മലർക്കൊടി പോലെ എന്ന് പറയുന്ന ഭാഗമാണത്. അടുത്തത് വർണ്ണത്തൊടി പോലെ എന്ന് പറയുമ്പോൾ അപ്പം അതിന് നോട്ടെന്ന് പറയുന്നത് ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ്, ഡി, ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ്, സി സി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ്, സി സി, ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ്, സി സി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. അത് വായിക്കേണ്ടത് ഇനി അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ആദ്യത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ്, സി സി, ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ്, സി സി, ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ്, സി സി. അടുത്തൊരു വ്യത്യാസമുണ്ട്. അടുത്തത് ഡി ഷാർപ്പ്, സോറി, ഡി എഫ് ഡി ഷാർപ്പ്, ഡി എഫ് ഡി ഷാർപ്പ്. ഓക്കെ, ഡി എഫ് ഡി ഷാർപ്പ്, ഡി എഫ് ഡി ഷാർപ്പ്, അപ്പം ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ്, സി സി, ഡി എഫ് ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി എഫ് ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ്, സി സി. അപ്പം ഇത് ഒരുമിച്ച് വായിക്കുക. വായിക്കേണ്ടത് ഓക്കെ. ഇതാണ് ആദ്യത്തെ അടുത്തത് അടുത്തത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ മറ്റേ ഇത് സെയിം തന്നെ വായിക്കുന്നു. ഇനി മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ, ആ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം നോട്ട് പറഞ്ഞുതരാം. ഇതാണ് നോട്ട്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഭാഗം പറഞ്ഞുതരാം. മയങ്ങൂ, അപ്പം സി ഡി, ഡി ഷാർപ്പ് ഡി, സി ഡി, ഡി ഷാർപ്പ് ഡി, സി ഡി, ഡി ഷാർപ്പ് ഡി. അടുത്തത്
എഫ് ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ്, സി ഡി ഡി ഷാർപ്പ് ഡി എഫ് ഡി ഷാർപ്പ്. അടുത്തത് പിന്നെ ഇവിടുന്ന് സിയിൽ നിന്ന് സി ജി ഷാർപ്പ് ജി എഫ്, സി ഡി ജി ഷാർപ്പ് ജി എഫ്, സി ജി ഷാർപ്പ് ജി എഫ്. അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. സി ഡി ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ്, സി ജി ഷാർപ്പ് ജി എഫ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ്. അടുത്തെന്ന് പറയുന്നത് ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ഭാഗം. ഇനി അടുത്തത് വീണ്ടും മയങ്ങൂ നീ എൻ മടിമേൽ, അതെന്ന് പറയുന്നത് എ ഷാർപ്പ് ഡി. അടുത്തത് എ ഷാർപ്പ് ഡി, എ ഷാർപ്പ് ഡി. അടുത്തത് സി ഡി ഷാർപ്പ് ഡി, ഡി എ ഷാർപ്പ് ഡി, സി ഡി ഷാർപ്പ് ഡി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി എഫ്, ഡി ഷാർപ്പ് ഡി സി സി സി. 3 പ്രാവശ്യം സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ് ഡി, സി ഡി ഷാർപ്പ് ഡി, ജി ഷാർപ്പ് ജി എഫ്, ഡി ഷാർപ്പ് ഡി സി സി സി. അപ്പം ഈ ഒരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം. ഇനി അടുത്ത ഭാഗം, പല്ലവിയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അമ്പിളി നിന്നെ പുൽകി. ആ ഭാഗമാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ നോട്ട് ആദ്യമേ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം അതിൻ്റെ നൊട്ടേഷൻ പറഞ്ഞു തരാം. അപ്പം അതിൻ്റെ ഭാഗം വായിക്കുന്നു. ഇതിൻ്റെ നോട്ടേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അത് ലെങ്തി ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ കട്ടായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അമ്പിളി നിന്നെ പുൽകി, ആ ഭാഗം ആണ്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ജി എഫ് ജി സി. ഇനി ടോപ്പിലേക്കാണ്, മുന്നോട്ടാണ് പോകുന്നത്. ജി മിഡിൽ നിന്ന് ടോപ്പിലേക്ക്. ഓക്കെ, ജി എഫ് ജി സി, ജി എഫ് ജി സി, ജി എഫ് ജി സി. അടുത്തത് സി സി ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ് എ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി എഫ് ജി സി. അടുത്തത് സി ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ് എ. അപ്പം ഇതാണ് ആ ഭാഗം. അപ്പം അത് വായിക്കേണ്ടത് ഓക്കെ, ഇതാണ് അതിൻ്റെ ഭാഗം. ഇനി അമ്പരം തൂകി ഞാൻ അമ്പിളി നിന്നെ പുൽകി, അമ്പരം തൂകും ഞാൻ മേഘമായി. ഓക്കെ, ഇനി അപ്പം നമ്മളിവിടെ ഇപ്പം അമ്പിളി, അപ്പം ഇതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഭാഗം
അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ജി എ ഷാർപ്പ്, എ ജി എ ഷാർപ്പ്, എ ജി എ ഷാർപ്പ്, എ ജി എ ഷാർപ്പ്. അടുത്തത് എ സി എ ഷാർപ്പ്, എ സി എ ഷാർപ്പ്, എ സി എ ഷാർപ്പ്, എ സി എ ഷാർപ്പ്. അടുത്ത എ ഷാർപ്പ്, എഫ് എഫ് സോറി എഫ് എഫ്, എ ഷാർപ്പ് എഫ്, എ ഷാർപ്പ് എഫ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. എ ജി എ ഷാർപ്പ്, അടുത്തത് എ സി എ ഷാർപ്പ്, എ ഷാർപ്പ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ജി എ ഷാർപ്പ്, എ സി എ ഷാർപ്പ്, എ ഷാർപ്പ് എഫ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം. അപ്പം അടുത്ത ഭാഗം എന്ന് പറയുന്നത് എഫ് ജി ജി ഷാർപ്പ്, എഫ് ജി ജി ഷാർപ്പ്, എഫ് ജി ജി ഷാർപ്പ്, എഫ് ജി ജി ഷാർപ്പ്, സി എ ഷാർപ്പ്, ജി ഷാർപ്പ്, ജി ജി, എഫ് ജി ജി ഷാർപ്പ്, സി എ ഷാർപ്പ്, ജി ജി എ ഷാർപ്പ്, ജി ഷാർപ്പ്, ജി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ജി ജി ഷാർപ്പ്, സി എ ഷാർപ്പ്, ജി ഷാർപ്പ്, ജി. അപ്പം ഇതാണ് അമ്പരം തൂകും ഞാൻ മേഘമായി. അപ്പം ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം ആ രണ്ട് ഭാഗം ഒരുമിച്ച് വായിക്കാം. അമ്പിളി തൊട്ടോ. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്, അടുത്ത ഭാഗം ഞാൻ വായിച്ച് ചെയ്യും. ഈ ലിറിക്സ് അത്ര വശമില്ല. അപ്പം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഓക്കെ. ഇനി അടുത്ത ഭാഗത്തിൻ്റെ നോട്ട് ഇതാണ്. അപ്പം ഇതിൻ്റെ നൊട്ടേഷൻ നോക്കാം. ഓക്കെ, ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ്, ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ്, ജി ഷാർപ്പ് സി, സി ജി ഷാർപ്പ് ജി ഷാർപ്പ്, ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ്, എഫ് എഫ്, ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ്, എഫ് എഫ്, ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ്, എഫ് എഫ്, എഫ് എഫ്. അടുത്തെന്ന് പറയുന്നത് എഫ് ജി എഫ്, എഫ് ജി എഫ്, എഫ് ജി സോറി എഫ് ജി എഫ്. അടുത്തത് ഡി ഷാർപ്പ് ഡി സി ഡി, ഡി ഷാർപ്പ് ഡി സി ഡി, ഡി ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി സി ഡി. അപ്പം ജി എഫ് ജി എഫ്, ഡി ഷാർപ്പ് ഡി സി ഡി. അടുത്തത് എഫ് ഒരു 3 പ്രാവശ്യം, ആരോമലേ 4 പ്രാവശ്യം, ആരോമലേ ആരോമലേ. ഓക്കെ, ഇതാണ് ആ ഒരു ഭാഗം. അപ്പോൾ ഇത് വായിക്കേണ്ടത് ഓക്കെ. ഇനി ലാ 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 ലാ. അപ്പം ആ ഭാഗമാണ്. അപ്പം അതിൻ്റെ നോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നൊട്ടേഷൻ പറഞ്ഞുതരാം.
അടുത്ത നോട്ട് എന്ന് പറയുന്നത് ഡി എഫ്, ഡി എഫ്, ഡി ഷാർപ്പ് സി, ഡി എഫ്, ഡി ഷാർപ്പ് സി, ഡി ഡി, ഡി ഡി, ഡി എഫ്, ഡി ഷാർപ്പ് സി, ഡി ഡി. അവിടെ അത് കഴിഞ്ഞിട്ട് ഡി, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ് സി, സി. അത് ഡി, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ് സി, സി. ഡി, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ് സി, സി. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം തൊട്ട് ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരണം. ലാ 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 ലാ. ആ ഭാഗമാണ് ഇനി നമ്മൾ ലാസ്റ്റത്തെ ഭാഗമാണ്. അപ്പം അത് ടോപ്പിലേക്ക് പോവുകയാണ്. ടോപ്പിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് മിഡിലേക്ക് വരികയാണ്. അപ്പോൾ ലാസ്റ്റ് ഭാഗത്തിലേക്ക് ഓക്കെ, ആ ഭാഗമാണ് ഇനി നമ്മൾ നോട്ട് പറയാൻ പോകുന്നത്. ഡി ഷാർപ്പ് ഡി, അടുത്ത ഡി ഷാർപ്പ് ഡി, അടുത്തത് സി, എ ഷാർപ്പ് എ, സി, എ ഷാർപ്പ് എ. ആദ്യമേ ഡി ഷാർപ്പ് ഡി, അടുത്ത സി, എ ഷാർപ്പ് എ, അടുത്തത് എഫ്, എ, എ ഷാർപ്പ് ഡി, സി, ജി ഷാർപ്പ് ജി, ജി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ്, എ, എ ഷാർപ്പ് ഡി, സി, ജി ഷാർപ്പ് ജി, ജി. ഇനി അവസാന ഭാഗം ജി, എ ഷാർപ്പ് ജി ഷാർപ്പ് ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി, എ ഷാർപ്പ് ജി ഷാർപ്പ് ജി, ഡി ഷാർപ്പ്, അതിനിട്ട് എഫ്, 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 എഫ്. അത് അങ്ങനെയാണ് വായിക്കേണ്ടത്. എഫ്, എഫ്, 4 എഫ് വരും. എഫ്, എഫ്, ആദ്യത്തെ എഫ് 2 എണ്ണം ഒരുമിച്ച്, പിന്നെ 2 എണ്ണം ഒരു ഗ്യാപ്പ് ഇട്ട്, അതായത് എഫ്, എഫ്. അപ്പം എഫ്, എഫ്. അപ്പം ഇതിൻ്റെ നോട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഡി ഷാർപ്പ് ഡി, സി, എ ഷാർപ്പ് എ, അടുത്തത് എഫ്, എ, എ ഷാർപ്പ് ഡി, സി, ജി ഷാർപ്പ് ജി, ജി, അടുത്തത് ജി, എ ഷാർപ്പ് ജി ഷാർപ്പ് ജി, ഡി ഷാർപ്പ് എഫ്, 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 എഫ്. പിന്നെ നമ്മൾ മലർ കൊടി പോലെ എന്ന് ബാക്കി വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പം ഈ ഒരു പാട്ടിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സംശയങ്ങളുണ്ടാവാം. ഇത് ഗ്രേസ് നോട്ടുകൾ കൂടുതൽ വരുന്ന ഒരു പാട്ടുകളാണ്, അപ്പോൾ അതുകൊണ്ട് സംശയങ്ങളുണ്ടാവാം. അപ്പോൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിന് നിങ്ങളുടെ വലിയ സപ്പോർട്ട് നൽകുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് അങ്ങനത്തെ കാണുന്നവരായിട്ട് അത് ഒരു വലിയ പ്രചോദനമായിട്ട് മാറുന്നതായിരിക്കും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.